ഇതിൻ്റെ ഒരു ഗ്ലോബൽ ഔട്ട്ലുക്ക് ഉണ്ട്. ഈ സംഗതി പോപ്പുലർ ഫ്രണ്ട് ആദ്യമായിട്ട് കണ്ടുപിടിച്ചതാണോ? അല്ല. അതാണ് ഇതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മളിപ്പോൾ ഈ സംഗതി ഇവിടെ പറയുമ്പോൾ രണ്ട് കാര്യമാണ് ഇതിൽ നമുക്ക് കാണുന്നത്. ഒന്ന്, ഈ എക്സ്റ്റേണൽ ഹെൽപ്പ്, രാജ്യങ്ങളുടെ സഹായം എന്ന് പറയുന്നത് ഒരു വശത്തും, രണ്ട്, ഇവർ മുന്നോട്ട് വെക്കുന്ന ഇതിൻ്റെ പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിനെ ഇസ്ലാമികവൽക്കരിക്കുക എന്ന് പറയുന്ന ലക്ഷ്യം. ഈ ലക്ഷ്യം 1991 ദ എക്സ്പ്ലനറ്ററി മെമ്മോറാണ്ടം എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ബ്രദർഹുഡ് എഴുതി പബ്ലിഷ് ഇൻ ദ സെൻസ് അവർക്ക് ഇന്റേണലി സർക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്റ്. ഇതും കണ്ടെത്തുന്നത് പിന്നീടാണ്. ഇതും ഒരു രഹസ്യ ഡോക്യുമെന്റ് ആയിട്ട് അവർ കൈമാറി വന്നിരുന്ന ഒരു സാധനം. ഇത് മറ്റൊരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് കണ്ടെത്തുന്നതും ഇത് മനസ്സിലാക്കുകയും അതും അവിടെ കോടതിയിൽ US അത് തെളിവായിട്ട് എടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് മുസ്ലിം ബ്രദർഹുഡിന്റെ ലക്ഷ്യമെന്ന് കൃത്യമായിട്ട് അവിടെ പറഞ്ഞു വെക്കുന്നു. അതിനകത്ത് അവർ തന്നെ ഉപയോഗിക്കുന്ന വാക്കെന്താ? സിവിലൈസേഷണൽ ജിഹാദ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ഒരു അകത്ത് നിന്നുകൊണ്ട് ഇൻഫിൽട്രേറ്റ് ചെയ്യുക, അതിനകത്ത് ആളുകൾ കുത്തിത്തിരികൊണ്ട് ആ സംഗതികളെ അവരുടേതാക്കി മാറ്റിക്കൊണ്ട് അകത്ത് നിന്നുകൊണ്ട് അതിനെ നശിപ്പിക്കുക എന്നത് കൃത്യമായിട്ട് അവർ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതിന് അവർ തന്നെ ഇട്ട് കൊടുത്തിരിക്കുന്ന വാക്കാണ് ഇത്. നമ്മളിവിടെ ലവ് ജിഹാദ് എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ പ്രശ്നമാണല്ലോ. പക്ഷെ അവർ തന്നെ അതിന് ഉപയോഗിക്കുന്ന വാക്ക് സിവിലൈസേഷണൽ ജിഹാദ് എന്നാണ്. ആ സാധനം അത് തന്നെയാണ് അവരും അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി ഈ സംഗതിയുടെ ഒരു ഇന്ത്യൻ പതിപ്പാണ് ഇതെന്ന് പറയുമ്പോൾ ഇതിൽ എക്സ്റ്റേണൽ ഹെൽപ്പ് എന്ന് പറയുമ്പോൾ എവിടെയാണ് അത് കടന്നു വരുന്നത്? അത് നമ്മൾ ഈ ഇസ്രായേൽ പാലസ്റ്റൈൻ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ ഈ എക്സ്റ്റേണൽ ഹെൽപ്പ് അധികം പുറത്തേക്ക് അധികം ആരും പറയാറില്ല. ഇവരെല്ലാവരും തന്നെ സമാധാനപരമായിട്ട് അകത്ത് നിന്നുകൊണ്ട് ബുള്ളറ്റ്സിന് പകരം ബാലറ്റ് ആണ് എന്നുള്ളതാണ് ഇന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് പണ്ടായിരുന്നു ബുള്ളറ്റും വാളും ഒക്കെ, ഇന്ന് അതല്ല. ഇന്ന് വോട്ടാണ് ഇവരുടെ ജിഹാദിൻ്റെ ആയുധമെന്ന് അവർ തന്നെ പറഞ്ഞു വെക്കുന്നു, അവർ തന്നെ പ്രസംഗിച്ച് നടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ആ സംഗതി അങ്ങനെ ആയതുകൊണ്ട് ചില ഘട്ടങ്ങളിൽ അറിയാതെ ഈ നീലക്കുറുക്കൻ കൂകിപ്പോവും. അത് അങ്ങനെ കൂകിപ്പോയ ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു സമയമായിരുന്നു നമ്മളുടെ ഇസ്രായേൽ പാലസ്റ്റൈൻ വിഷയത്തിൽ.